Welcome back to Cubeta Mercury video classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് some basic concepts of chemistry എന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനെ 5-6 പാർട്ടുകളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ഫസ്റ്റ് laws of chemical combination, second atomic mass and mole concept, then percentage composition, empirical formula and molecular formula, stoichiometry calculation and limiting reagent, concentration terms. നിങ്ങൾ വളരെ നല്ലോണം പഠിച്ചൊരു ചാപ്റ്റർ ആയിരിക്കും, കാരണം ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ ആദ്യമായി പഠിച്ച ചാപ്റ്റർ ആണല്ലോ. പക്ഷേ ഇതിൽ മോൾ കൺസെപ്റ്റ് എന്ന കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്തൊരു സംഭവമുണ്ട്. നമുക്കതെല്ലാം ക്വസ്റ്റ്യനിലൂടെ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് ഒന്നാമത്തെ പോർഷൻ ആയിട്ടുള്ള ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലേക്ക് പോകാം. എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ? എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അവർ ഒബേ ചെയ്യുന്ന കുറേ നിയമങ്ങളുണ്ട്. അതാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന രീതിയിൽ അറിയുന്നത്. അതിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ നിയമം സജസ്റ്റ് ചെയ്തത് ലാവോസിയർ എന്ന സയന്റിസ്റ്റ് ആണ്. എന്താണ് ഈ നിയമം പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിൻ്റെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇൻ കെമിസ്ട്രി നമുക്ക് അതിനെ എങ്ങനെ പറയാം? മാസ് ഓഫ് റിയാക്ടന്റ് ഇൻ എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണെന്നിരിക്കട്ടെ. ഡു യു നോ ദ മാസ് ഓഫ് കാർബൺ ആറ്റം? കാർബണിൻ്റെ മാസ് 12 ആണ്. മോൾ ലെവലിൽ പറയുകയാണെങ്കിൽ 12 ഗ്രാം. ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം. അപ്പോൾ റിയാക്ടൻ്റ് സൈഡിൽ കിട്ടിയ മാസ് 44 ഗ്രാം. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടായ പ്രോഡക്റ്റിൻ്റെ മാസും നിർബന്ധമായിട്ട് 44 ഗ്രാം ആയിരിക്കും. അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇതാണ് പറയുന്നത് നിയമം. സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 44 ഗ്രാം തന്നെയാണ്. സോ മാസ് ഓഫ് റിയാക്ടൻ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ മാസ് കൺസേർവ്ഡ് ആണ് എന്നർത്ഥം. ഓക്കെ അല്ലേ? ഇത് സാധാരണ കെമിക്കൽ റിയാക്ഷൻ എല്ലാം വളരെ ആപ്റ്റാണ്. എന്നാൽ ന്യൂക്ലിയർ റിയാക്ഷനുകളൊക്കെ വരുമ്പോൾ മാസ് എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അവസ്ഥ വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനൈറ്റ് പ്രൊപ്പോർഷൻ. This was suggested by Joseph Proust. The law states that a given compound always contain exactly the same proportion of elements by mass. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് എന്നൊരു കോമ്പൗണ്ട് എടുക്കാന്നിരിക്കട്ടെ. ഈ കോമ്പൗണ്ടിൻ്റെ എലമെൻറ്റുകളുടെ റേഷ്യോ എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് സോഡിയം ക്ലോറൈഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഇൻ ലബോറട്ടറി ആൻഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം സീ വാട്ടർ. നമുക്ക് പല രീതിയിലും സോഡിയം ക്ലോറൈഡ് കിട്ടാലോ. ഈ സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും, ഇപ്പോൾ നോക്കൂ, ഞാൻ പറയട്ടെ, സീ വാട്ടറിൽ നിന്ന് കിട്ടി, നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്തു, നമ്മൾ കിച്ചണിൽ ചെന്നപ്പോൾ അവിടെയും കാണാനുണ്ട് ഈ സോഡിയം ക്ലോറൈഡ്. എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും സോഡിയം ക്ലോറൈഡിൻ്റെ എലമെൻറ്റുകളുടെ മാസ് റേഷ്യോ എപ്പോഴും സെയിം ആണ്. ദാറ്റ് മീൻസ് സോഡിയത്തിൻ്റെ മാസ് 23, ക്ലോറിൻ്റെ മാസ് 35.5. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ റേഷ്യോ വിൽ ബി ദ സെയിം. ഓക്കെ. സിമിലർലി വാട്ടർ നമുക്ക് കിണറളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, മഴ പെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, അല്ലേ? നമ്മൾ കണ്ണുനീരായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം ഒരുപാട് സോഴ്സുകളിൽ നിന്ന് വാട്ടർ കിട്ടുന്നുണ്ടെങ്കിലും എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന വാട്ടറിൻ്റെ എലമെൻ്റൽ റേഷ്യോ H2O അല്ലേ? എലമെൻ്റൽ റേഷ്യോ 2:1, മാസ് റേഷ്യോ 2:16 എന്നാണ്. ഇതെപ്പോഴും സെയിം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ. ഇദ്ദേഹം കുപ്രിക് കാർബണേറ്റ് എന്ന കോമ്പൗണ്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ പഠനം നടത്തിയത്. റൈറ്റ്. ദ തേർഡ് ലോ ഈസ് law of multiple proportion. This was suggested by Dalton, and the law states that when two elements combines to form more than one compound, the different masses of one of the element which combines with the fixed mass of other element bear a simple whole number ratio. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, കാരണം ബോർഡ് എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത്. ഞാൻ എന്തായാലും എക്സാമ്പിളിലൂടെ ഒന്നുകൂടെ വിശദീകരിക്കാം. 2 എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. 2 എലമെൻറ്റ് കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. അതിൽ ഒരാളുടെ മാസ് സെയിം ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കാർബണിൻ്റെ മാസ് 2 കേസിലും 12 ആണ്. ഒരാളുടെ മാസ് സെയിം ആണെങ്കിൽ മറ്റാളുടെ മാസ് എന്തായാലും വ്യത്യസ്തമാവണമല്ലോ. അപ്പോഴല്ലേ 2 കോമ്പൗണ്ട് ആവുള്ളൂ. പക്ഷെ ആ മാസുകളുടെ റേഷ്യോ സിംപ്ലസ്റ്റ് ആയിരിക്കും. That means
ഇവിടെ ഓക്സിജൻ്റെ മാസ് 16 ആണ്, ഇവിടെ ഓക്സിജൻ്റെ മാസ് 32 ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ? 1:2. ഓക്കെ ആണോ? രണ്ട് എലമെന്റ് കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൽ ഒരാളുടെ മാസ് സെയിം ആണെങ്കിൽ മറ്റാളുടെ മാസുകൾക്കിടയിൽ സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഒരാളുടെ മാസിനെ പറ്റി പറയുമ്പോൾ മറ്റാളുടെ മാസ് സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, വാട്ട് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് കാർബൺ ഇൻ ദിസ് എക്സാമ്പിൾ? 1:1 എന്നല്ല, പിന്നെന്താ? നമ്മളിവിടെ കാർബണിൻ്റെ മാസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ? ഇവിടെ ഓക്സിജൻ 32 ആണ്, ഇവിടെ ഓക്സിജൻ 16 ആണ്. ഞാൻ ഇവിടെ ഓക്സിജൻ 16 എന്നുള്ളത് 32 ആക്കണമെങ്കിൽ I have to put 2 here. Okay, then what is the mass of oxygen in two cases? 32. Then what will be the mass of carbon in first and second cases? ഇവിടെ 24, ഇവിടെ 12. What is the ratio? 2:1. അപ്പോൾ നോക്കൂ, ആ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്ന കേസിൽ മാസ് റേഷ്യോ ഓഫ് കാർബൺ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:1 ആണ്, ഈ രീതിയിൽ ഫോം ചെയ്യുമ്പോൾ. എന്ന പോലെ മാസ് റേഷ്യോ ഓഫ് ഓക്സിജൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:2 ആണ്. ഇങ്ങനെ രണ്ട് എലമെൻറ്റ് കൂടി ചേർന്നിട്ട് എത്ര കോമ്പൗണ്ട് ഉണ്ടായാലും ഈ ലോ അപ്ലിക്കബിൾ ആണ്. പ്രത്യേകം പറയാൻ കാരണം നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ N2O ഉണ്ടാവാം, NO ഉണ്ടാവാം, N2O3 ഉണ്ടാവാം, N2O4 ഉണ്ടാവാം, N2O5 ഉണ്ടാവാം, ഒക്കെ ഉള്ളല്ലോ. ഇതെല്ലാം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു എക്സാമ്പിൾ ആണ് കാർബണും ഹൈഡ്രജനും കൂടി ചേരുന്നു. കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നാൽ we get methane, we get ethane, see and etc. ഇവിടെ നോക്കൂ, ഇത് രണ്ട് കേസിലും രണ്ട് ആറ്റത്തിൻ്റെയും മാസ്, ഈ കേസിൽ രണ്ട് ആറ്റത്തിൻ്റെ മാസ് വ്യത്യാസമല്ലേ? സോ ഇഫ് വി വാണ്ട് ടു കൺസിഡർ ദ മാസ് റേഷ്യോ ഓഫ് ഹൈഡ്രജൻ വി ഹാവ് ടു പുട്ട് 2 ഹിയർ. അപ്പോഴാണ് രണ്ട് കാർബൺ രണ്ടിടത്തും വരിക. എന്ന പോലെ രണ്ട് കേസിലും ഒരാളുടെ മാസ് സെയിം ആക്കിയിട്ടാണ് മറ്റാളുടെ റേഷ്യോ കാണേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആൻഡ് ഫോർത്ത് ലോ ഈസ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഇത് നമ്മുടെ NCERT ബുക്കിനകത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ എൻട്രൻസ് ചോദ്യങ്ങളിൽ വരാറുണ്ട്. നമ്മുടെ MCQ ഞാനൊരു ചോദ്യം പർപ്പസ്ഫുള്ളി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്താണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പറയുന്നത്? സി, രണ്ട് എലമെൻറ്റുകൾ എയും ബിയും കമ്പൈൻ ചെയ്തിട്ട് സി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിൻ്റെ എലമെൻ്റൽ റേഷ്യോ, ദാറ്റ് ഈസ് സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് X:Y ആണെന്നിരിക്കട്ടെ. ഇനി ബി എന്ന എലമെൻറ്റ് സി എന്ന എലമെൻറ്റുമായി കൂടി ചേർന്നിട്ട്, ലെറ്റ് ഇറ്റ് ബി പ്രോഡക്റ്റ് എനിത്തിങ്, ബി സിയുമായി കൂടി ചേർന്നിട്ട് മറ്റൊരു പ്രോഡക്റ്റ് കിട്ടുന്നു, ലെറ്റ് ഇറ്റ് ബി ഡി. അതിൻ്റെ റേഷ്യോ Y:Z എന്നായിരിക്കട്ടെ. ഇത് എയും ബിയും കമ്പൈൻ ചെയ്യുമ്പോൾ X:Y, ബിയും സിയും കമ്പൈൻ ചെയ്യുമ്പോൾ Y:Z ആണെന്നിരിക്കട്ടെ. എന്നാൽ ഇഫ് എ ആൻഡ് സി ആർ ടു കമ്പൈൻ, എയും സിയും കമ്പൈൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ ദേ വിൽ ഫോളോ X:Z റേഷ്യോ. അവർക്ക് X:Z റേഷ്യോ ആയിരിക്കും. കാരണം ഇതും ഇതും റേഷ്യോ ഇതല്ലേ, ഇതും റേഷ്യോ ഇതാണല്ലോ. ദെൻ ഇതും ഇതുമാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് Y:Z റേഷ്യോ ഉണ്ടാകും. അതാണത്. ഇതുമാണ് കമ്പൈൻ ചെയ്യുമെങ്കിൽ അവർക്ക് X:Z റേഷ്യോ ഉണ്ടാകും. ഇനി ഇതുമാണ് കമ്പൈൻ ചെയ്യുമെങ്കിൽ അവർക്ക് X:Y റേഷ്യോ ഉണ്ടാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ റേഷ്യോ എപ്പോഴും ശരിയായിരിക്കും. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോഴാണ് ഇത് കൃത്യമായി മനസ്സിലാവുക. ഡോണ്ട് വറി. കൺസിഡർ എലമെൻറ്റ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. എ, ബി ആൻഡ് സി, 3 എലമെൻ്റ് ആണല്ലോ ഉള്ളത്. കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് മീത്തേൻ ഉണ്ടാവണമെങ്കിൽ ദ എലമെൻ്റൽ റേഷ്യോ മസ്റ്റ് ബി C+2H2. അപ്പോഴല്ലേ ശരിയാവുക? അപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് 1:2 എന്ന റേഷ്യോ കിട്ടി. ഇനി ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടുത്തെ അതേ റേഷ്യോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2H2 + O2 gives 2H2O. എന്താ എലമെൻ്റൽ റേഷ്യോ? 2:1 അല്ലേ? 2:1 ആണല്ലോ. ഇനി ഇയാളും കമ്പൈൻ ചെയ്യുമ്പോൾ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്നിരിക്കട്ടെ, ദെൻ ദേ വിൽ ഫോളോ 1:1 റേഷ്യോ. നോക്കൂ, C+O2 gives CO2. എന്താ റേഷ്യോ? 1:1. മനസ്സിലായോ?
മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ചെയ്യുക. ഈ കാര്യം ഒന്നും കൂടി കേട്ടിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. വളരെ എളുപ്പമാണ്. ആദ്യം പറയുമ്പോൾ എന്തോ സംഭവം പോലെ തോന്നിയേക്കാം. സാധാരണ കുട്ടികളിൽ നിന്ന് അങ്ങനെ ഫീൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആവർത്തിച്ച് പറയാൻ മാത്രം ഡിഫിക്കൽട്ടി ഒന്നുമില്ല. മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് ലോ, ഗേ-ലുസാക്സ് ലോ. എന്താണ് ഗേ-ലുസാക്സ് ലോ പറയുന്നതെന്ന് അറിയാമോ? ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് ഗ്യാഷ്യസ് വോളിയം എന്നാണ് ഇത് ഫുൾ. എന്താണ് പറയുന്നതെന്നാൽ നോക്കിക്കോ, ഗ്യാസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷനാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. വി ആർ വെരി ഫെമിലിയർ. ദ പ്രോസസ് ഈസ് കോൾഡ് ഹാബർ പ്രോസസ് ആൻഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ അമോണിയ. പി ബ്ലോക്കിൽ കൃത്യമായി പഠിച്ചതാണല്ലോ. ഈ കേസിൽ എല്ലാവരും ഗ്യാസാണ്. ഫോർ ദാറ്റ് ഐ മെൻഷൻ ഇറ്റ് ഈസ് ഇൻ ബ്രാക്കറ്റ്. As per the equation, 1 volume nitrogen combines with 3 volume hydrogen gives 2 volume ammonia. What is the volume ratio? 1:3:2. ഒരു സിമ്പിൾ റേഷ്യോ ആണ്. എന്താണ് ലോ പറയുന്നതെന്ന് അറിയാമോ? When gases combines together, there will be simple ratio between volumes of gaseous reactant and product. ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അവരുടെ വോളിയങ്ങൾക്കിടയിൽ സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. കണ്ട, 1:3:2 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോ. H2+Cl2 gives 2HCl. എന്താ റേഷ്യോ? 1:1:2. കണ്ട, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2. 1:1:2. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് ഗേ-ലുസാക്ക്. ഇനി നമ്മുടെ ആറാമത്തെ അഥവാ അവസാനത്തെ ലോയിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. മറ്റുള്ള പാഠങ്ങളിലും പഠിക്കുന്ന ലോ ആണ്. ദാറ്റ് ഈസ് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ. എന്താണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു കാര്യം, ഗേ-ലുസാക്സ് ലോ ഗ്യാസിനെ പറ്റി പറയുന്നതാണ്. അവോഗാഡ്രോസ് ലോയും ഗ്യാസിനെ പറ്റി പറയാണ്. ഗ്യാസിനെ പറ്റി എന്ത് പറയുമ്പോഴും ടെമ്പറേച്ചറും പ്രഷറും തുടങ്ങിയ ടേംസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യണം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് തുടങ്ങുക തന്നെ വേണം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഞാൻ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ കൃത്യമായി മനസ്സിലാകും. നമ്മളെടുത്ത് 2 പാത്രമുണ്ടെന്നിരിക്കട്ടെ. ഇതൊരു പാത്രം, സെയിം കപ്പാസിറ്റി ഉള്ള മറ്റൊരു പാത്രമാണിത്. ഇത് രണ്ടിൻ്റെയും കപ്പാസിറ്റി അറൗണ്ട് 22.4 ലിറ്റർ ആണെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ 22.4 ലിറ്റർ കപ്പാസിറ്റി ഉള്ള 2 പാത്രങ്ങളാണിത്. 2 പാത്രത്തിൻ്റെയും വോളിയം സെയിം ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൊണ്ട് നിറച്ചത് ഹൈഡ്രജൻ എന്ന ഗ്യാസും ഇതിനകത്ത് ക്ലോറിൻ എന്ന ഗ്യാസുമാണെന്നിരിക്കട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അവോഗാഡ്രോ എന്ന സയൻറ്റിസ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഈക്വൽ വോളിയത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കുമെന്ന്. ഈക്വൽ വോളിയത്തിലുള്ള 2 വെസലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ STP എന്ന കണ്ടീഷൻ. ആ കണ്ടീഷനിൽ STPയിൽ എത്രയാണ് 1 മോൾ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട വോളിയം പഠിച്ചിട്ടുള്ളത്? 22.4. അപ്പോൾ നോക്കൂ, ഈ പാത്രത്തിനകത്ത് 22.4 ലിറ്റർ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 1 മോൾ ഹൈഡ്രജൻ ആണ്. ഇതിനകത്ത് 22.4 ലിറ്റർ ക്ലോറിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 1 മോൾ ക്ലോറിൻ ആണ്. 1 മോൾ ക്ലോറിൻ ആണ്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ? 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് എത്രയെന്നറിയാമോ? 2 ഗ്രാം. 1 മോൾ ക്ലോറിൻ്റെ മാസ് എത്രയെന്നറിയാമോ? 71 ഗ്രാം. എത്ര ഡിഫറൻസ് ആണ് മാസ് തമ്മിലുള്ളത്. ബട്ട് നമ്പർ ഓഫ് മോൾസും മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് അവോഗാഡ്രോസ് ലോ. ഇനി കൂടുതൽ കാര്യങ്ങൾ മോൾ കോൺസെപ്റ്റിലാണ് ഇത് വരുന്നത്. ആ ഭാഗത്ത് വിശദീകരിക്കാം. ഇതോട് കൂടിയിട്ട് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന ചെറിയ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഈ ടോപ്പിക്കിൽ നിന്നും ഒരു 4 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. MCQs. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് കോമ്പൗണ്ട് കറക്റ്റ്ലി ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ? തന്നിട്ടുള്ള ഓപ്ഷനിലേക്ക് നോക്കൂ. P2O3, PH3, H2O. ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിലും ഫോസ്ഫറസും ഹൈഡ്രജനും ഓക്സിജനുമാണ് കമ്പൈൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ നൈട്രജനും ഹൈഡ്രജനും ഓക്സിജനുമാണ് കമ്പൈൻ ചെയ്യുന്നത്. നാലാമത്തെ കേസിലും നൈട്രജനും ഹൈഡ്രജനും ഓക്സിജനുമാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 ഓപ്ഷനും ബോർഡിൽ എഴുതിയിട്ടില്ല. ഇനി നിങ്ങൾ ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ഇവരുടെ ഓരോന്നിൻ്റെയും കേസ് വിശദീകരിക്കുമ്പോൾ ഉത്തരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തും. ഫസ്റ്റ് കേസിൽ
ഫോസ്ഫറസും ഹൈഡ്രജനും ഓക്സിജനുമാണ് തന്നിട്ടുള്ളത്. നമ്മൾ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, 3 എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോസിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ആ നിയമം ഉള്ളത്. എയും ബിയും കമ്പൈൻ ചെയ്യുന്നത് x/y-ഉം ബിയും സിയും കമ്പൈൻ ചെയ്യുന്നത് y/z-ഉം ആണെങ്കിൽ എയും സിയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ x/z റേഷ്യോ ആയിരിക്കുമെന്നാണല്ലോ പഠിച്ചത്. അത് ഇവിടെ അപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് കേസ് തന്നെ നമുക്ക് നോക്കാം. ഫോസ്ഫറസും ഓക്സിജനും ഹൈഡ്രജനുമാണ് ഇവിടെ കമ്പൈൻ ചെയ്യാനുള്ളത്. ഈ കേസിൽ ഞാൻ ആദ്യം ചെയ്യുന്ന നോക്കിക്കോ. ഫോസ്ഫറസിൻ്റെ വാലൻസി 3 ആണ്, ഓക്സിജൻ്റെ വാലൻസി 2 ആണ്, ഹൈഡ്രജൻ്റെ വാലൻസി 1 ആണ്. ഇനി ഫോസ്ഫറസും ഓക്സിജനും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഫോസ്ഫറസും ഓക്സിജനും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് നമുക്കറിയാലോ. എലമെൻറ്റിൽ നിന്നും കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ വാലൻസികൾ ക്രോസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. സോ P2O3 അല്ലേ? ഓക്സിജൻ്റെ വാലൻസി ഇങ്ങോട്ടും ഫോസ്ഫറസിൻ്റെ വാലൻസി അങ്ങോട്ടും കൊടുത്തിട്ടാണല്ലോ കോമ്പൗണ്ട് എഴുതുന്നത്. P2O3 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ 2 ഫോസ്ഫറസ് വേണ്ടി വന്നതുകൊണ്ട് ഞാനിവിടെ 2 കൊടുത്തു. ഇവിടെ 3 ഓക്സിജൻ ആണുള്ളത്, പക്ഷെ ഇവിടെ 2 ആണുള്ളത്. ഞാൻ 3/2 ഇവിടെ കൊടുത്തു. എന്തായി? 3/2 O2 P2O3 ഉണ്ടായി. എന്താ അവിടുത്തെ റേഷ്യോ? 2:3/2 അല്ലേ? 2:3/2 ആണ് x/y എന്ന നമ്മുടെ റേഷ്യോ. നോക്കണേ, ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും പരിഗണിക്കാം. അങ്ങനെയാകുമ്പോൾ എയും ബിയും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ റേഷ്യോ നമ്മൾ നേരത്തെ മനസ്സിലാക്കി x/y ആണ് ഈ കിട്ടിയിട്ടുള്ളത്. ഇനി ബിയും സിയും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ റേഷ്യോ അഥവാ y/z കണ്ടെത്തുക. എന്നിട്ട് നമുക്ക് എയും സിയും കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ x/z തന്നെയാണോ നോക്കാം. ശരിയാണെങ്കിൽ ഓപ്ഷൻ ശരിയാണ്, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. നോക്കിക്കോ, ഓക്സിജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്താൽ കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താണ്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ്റെ കോവാലൻസി 1 ആണ്, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്സിജൻ്റെ കോവാലൻസി 2 ആണ്, അത് അപ്പുറത്തിട്ട് കൊടുക്കുക. ഇതാണല്ലോ ഉണ്ടാവേണ്ടത്. ഇനി ഇക്വേഷൻ പ്രകാരം നമുക്കിവിടെ 3/2O2 ഉള്ള രീതിയിൽ കണക്കാക്കുമ്പോഴാണ് നമുക്കിത് ഇക്വലൻസി 3/2O2 എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോഴാണ് എളുപ്പത്തിൽ പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഈ 3/2O2 വരത്തക്ക രീതിയിലുള്ള ഹൈഡ്രജൻ കൊടുക്കാൻ പോവാണ്. ഒന്നുകൂടെ, 3/2O2 എന്ന് പറയുമ്പോൾ എത്ര O ആണ്? 3O ആണല്ലോ. സോ ഇയർ ഐ എം റൈറ്റിംഗ് 3O. സോ 3H2O എന്ന് എഴുതുമ്പോൾ ഓക്സിജൻ്റെ എണ്ണം ശരിയായി. 3H2Oയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ, ദാറ്റ് ഈസ് 3H2 മോളിക്യൂൾ ഉണ്ട്. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഹിയർ? 3 നോക്കൂ, ഓക്സിജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തതിൻ്റെ റേഷ്യോ എന്താ കിട്ടിയത്? 3/2:3. ഇതാണ് റേഷ്യോ. ഇനി പിയും എച്ചും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന കോമ്പൗണ്ട് എന്താണ് ആവേണ്ടത്? പിയും എച്ചും കമ്പൈൻ ചെയ്യുമ്പോൾ ഫോസ്ഫറസിൻ്റെ വാലൻസി ഹൈഡ്രജനും കൊടുക്കുക, ഹൈഡ്രജൻ്റെ വാലൻസി ഫോസ്ഫറസിനും കൊടുക്കുക. ഒന്നായതുകൊണ്ട് എഴുതേണ്ടതില്ല. നോക്കണം, ഇവിടെ 2 ഫോസ്ഫറസ് ഉണ്ടായതുകൊണ്ട് ഞാൻ 2 കൊടുത്തു. ഇവിടെ 6 ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കലി ഫിറ്റായി. സോ വാട്ട് ഈസ് ദ റേഷ്യോ? 2:3. 2:3 അത് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. സോ ഈ ഡാറ്റ റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? കാരണം x/y കിട്ടി, y/z കിട്ടി, x/z-ഉം ശരിയാണ്. അതുകൊണ്ട് ഇത് ഓപ്ഷൻ എ തന്നെ ശരിയാണ്. ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ 4 ഓപ്ഷനും ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട്, അഥവാ 3 ആറ്റങ്ങൾ തന്നെ കമ്പൈൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരും. ചില കേസിൽ വേറെ വേറെ പ്രോഡക്റ്റാണ് തരിക, അപ്പോൾ നേരിട്ട് പറയാൻ പറ്റും ചെയ്തു നോക്കാതെ തന്നെ. പക്ഷേ ഈ കേസിൽ ഫോസ്ഫറസും ഓക്സിജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുന്നത് തന്നെ 2 കോമ്പൗണ്ടുകൾ തന്നിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യത്തെ ഒരു ചോദ്യം ചെയ്യുമ്പോഴാണ് സമയം എടുക്കുക. ഇതൊക്കെ നോക്കിയാൽ ഉത്തരം കിട്ടുന്ന സ്പീഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ടപ്പയെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അങ്ങനെ ആകുമ്പോഴേ കിട്ടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 samples of lead oxide were separately reduced to metallic lead by heating in a current of hydrogen. The weight of lead from one oxide was half the weight of lead obtained from other oxide. The data illustrate. നോക്കൂ, ചോദ്യം ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറയട്ടെ. 2 samples of lead oxide were separately reduced. അപ്പോൾ ലെഡിൻ്റെ 2 ഓക്സൈഡ് ഉണ്ടായിരുന്നു, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ the weight of lead from one oxide was half the weight of lead from other oxide. അപ്പോൾ 2 കേസിൽ റെഡ്യൂസ് ചെയ്തപ്പോഴും ലെഡ് കിട്ടിയെങ്കിലും ഒരു കേസിലുള്ള ലെഡിൻ്റെ ഹാഫാണ് മറ്റേ കേസിലുള്ള ലെഡ് ഉള്ളത്. ഓക്കെ അല്ലേ? എങ്കിൽ ദ ഡാറ്റ ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണിത്. കാരണം 2 എലമെൻറ്റുകൾ കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ
വ്യത്യസ്തമായ മാസുകളുള്ള എലമെൻറ്റുകളുടെ റേഷ്യോ സിംപ്ലസ്റ്റ് ആയിരിക്കുന്ന ലോ നമ്മൾ പഠിച്ചല്ലോ. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടായ പോലെ ഇവിടെ ലെഡും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് ലെഡിൻ്റെ 2 ഓക്സൈഡുകൾ ഉണ്ടായിരിക്കുകയാണ്. ഒന്നാമത്തെ ഓക്സൈഡിലുള്ള ലെഡിൻ്റെ മാസിൻ്റെ പകുതിയാണ് രണ്ടാമത്തെ കേസിലുള്ള ഓക്സൈഡിൻ്റെ ലെഡിൻ്റെ മാസ്. സോ വാട്ട് ഈസ് ദ റേഷ്യോ? 1:2, അല്ലെങ്കിൽ പകുതി എടുക്കുകയാണെങ്കിൽ 2:1. കിട്ടിയോ? സിംപ്ലസ്റ്റ് റേഷ്യോ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് ലോ അല്ലെങ്കിൽ ദിസ് ഡാറ്റ ക്യാൻ ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നാണ്. നമുക്ക് ഓപ്ഷനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഓപ്ഷൻ എ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ, ശരിയാണോ? അല്ല. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണോ? അല്ല. എന്താ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ? കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ കോമ്പൗണ്ട് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും മാസുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ്. ഇത് നമുക്ക് 2 എലമെന്റുകൾ കൂടി ചേർന്നിട്ട് വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന കേസാണ് പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ 3 ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അവിടെയാണ് നമ്മുടെ ഉത്തരം കിടക്കുന്നത്. സോ ഓപ്ഷൻ കറക്റ്റ് ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? താഴെ പറയുന്നതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൃത്യമായി വിശദീകരിക്കുന്നത് ഏതാണ് എന്നാണ്. ഓപ്ഷനിലേക്ക് നോക്കാം. 12 gram ഓഫ് കാർബൺ കമ്പൈൻഡ് വിത്ത് 32 gram ഓഫ് ഓക്സിജൻ ടു ഫോം 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം പറയുന്നത് മാസ് ഓഫ് റിയാക്റ്റൻറ്റും മാസ് ഓഫ് പ്രോഡക്റ്റും തുല്യമായിരിക്കണം. റിയാക്റ്റൻറ്റുകളുടെ മാസ് കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കണം പ്രോഡക്റ്റിൻ്റെ മാസുകൾ കൂട്ടിയാൽ കിട്ടേണ്ടത്. ഓപ്ഷൻ ഫസ്റ്റ് പ്രകാരം പറയുന്നത് 12 gram കാർബൺ കമ്പൈൻസ് വിത്ത് 32 gram ഓക്സിജൻ. 12 + 32 എത്ര വരുന്നത്? 44 ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് 44 gram തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. ഓപ്ഷൻ ബി പറയുന്നത് 12 gram ഓഫ് കാർബൺ ഈസ് ഹീറ്റഡ് ഇൻ എ വാക്യൂം ദർ ഈസ് നോ ചേഞ്ച് ഇൻ മാസ്. നോക്കൂ, ഇവിടെ 12 gram ഓഫ് കാർബൺ ഹീറ്റ് ചെയ്യുകയാണ്, പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല. സോ അത് നമുക്ക് കൃത്യമായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. A sample of air increases in volume when heated at constant pressure, but its mass remain unaltered. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സാമ്പിൾ ഓഫ് എയറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൂടി, പക്ഷേ മാസ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇതും തന്നെ വോളിയം കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ടെങ്കിലും മാസ് ഇവിടെ മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കേസിലൊന്നും റിയാക്റ്റൻറ്റുകൾ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആകുന്ന ഒരു കേസ് വരാത്തതുകൊണ്ട് ഇതൊന്നും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ നല്ല രീതിയിൽ പറയുന്നതല്ല. ഓപ്ഷൻ ഫോർത്ത്, ദ വെയ്റ്റ് ഓഫ് പീസ് ഓഫ് പ്ലാറ്റിനം ഈസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹീറ്റിംഗ് ഇൻ എയർ. നോക്കൂ, ഈ കേസിലൊക്കെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ വേറൊരു അർത്ഥത്തിലുള്ള ഇല്ലസ്ട്രേഷൻ ആണെങ്കിലും ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ തന്നെയാണ്. അവിടെയാണ് റിയാക്റ്റൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റായിട്ട് മാറുന്ന കേസ് പറയുന്നത്. അപ്പോൾ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ബിഫോർ റിയാക്ഷൻ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഓർ ബെസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, 5 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഓൺ കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ ഗീവ്സ് 2.8 gram ഓഫ് കാൽഷ്യം ഓക്സൈഡ് and 1120 ml of carbon dioxide at NTP. The data illustrate law of. ക്വസ്റ്റ്യൻ പ്രകാരം കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 5 gram കാൽഷ്യം കാർബണേറ്റ് ആണ് ഡീകമ്പോസ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് 2.8 gram കാൽഷ്യം ഓക്സൈഡും 1120 ml കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഇത് നമുക്ക് കാണുമ്പോഴേ ബന്ധപ്പെടുത്താൻ പറ്റുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റും മാസ് ഓഫ് പ്രോഡക്റ്റും ഒരു അർത്ഥത്തിൽ തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവിടുത്തെ മാസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് എങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ 5 gram ആണ് റിയാക്റ്റൻ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ 2.8 gram കാൽഷ്യം ഓക്സൈഡും 1120 ml കാർബൺ ഡൈ ഓക്സൈഡും തന്നിട്ടുണ്ട്. 1120 ml കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള വോളിയത്തിനെ STPയിലെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഞാനത് ML എടുത്തുകൊണ്ട് 22,400 നിർത്തിയിരിക്കുകയാണ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 1/20 മോൾ കിട്ടി. 1/20 മോൾ കൺസെപ്റ്റ് വരുമ്പോൾ ക്ലിയർ ആയിക്കോളും. 1/20 മോൾ എത്ര ഗ്രാം ഉണ്ടെന്ന് കാണാൻ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ 1/20 എന്നുള്ളതിന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസമായിട്ടുള്ള 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത്രയും മോളിൻ്റെ മാസ് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയ 2.2 ആണ്. 1/20 × 44 = 2.2. ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? 2.8 + 2.2 = 5 എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് സൈഡിലുള്ളത് 5 gram,
പ്രോഡക്റ്റ് സൈഡിലുള്ളത് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും 5 ഗ്രാം തന്നെയാണ്. ഇതിനർത്ഥം എന്താ? മാസ് ഓഫ് റിയാക്ടൻ്റ് ഈക്വൽസ് മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി ഓപ്ഷൻ വായിച്ചു നോക്കൂ. ഓപ്ഷൻ 1 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് തന്നെയാണ്. സോ ഓപ്ഷൻ 1 തന്നെ ശരിയാണ്. ഓക്കെ.